നമസ്കാരം. ജീവിക്കാൻ വേണ്ടി സ്വന്തം മക്കളെ വിൽക്കുന്ന മാതാപിതാക്കളെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുമോ? എന്നാൽ അത്തരമൊരവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് അഫ്ഗാനിസ്ഥാനിലെ ഒരു വിഭാഗം മാതാപിതാക്കൾ. UN-ന്റെ കണക്കനുസരിച്ച് ഇന്നത്തെ അഫ്ഗാനിസ്ഥാനിൽ 4-3 പേർക്ക് തങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്ത അവസ്ഥയാണ്. തൊഴിലില്ലായ്മ അതിരൂക്ഷം. ആരോഗ്യരംഗം തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാനിലെ ജനസംഖ്യയുടെ 10% വരുന്ന, അതായത് ഏകദേശം 47 ലക്ഷം ആളുകൾ ക്ഷാമത്തിൻ്റെ തൊട്ടരികിലാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. രാജ്യം ഇപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പട്ടിണി നിരക്കാണ് നേരിടുന്നത്. അഫ്ഗാനിസ്ഥാനിൽ ഏറ്റവും ദുരിതം അനുഭവിക്കുന്നത് ഖോർ പ്രവിശ്യയിലെ ജനങ്ങളാണ്. ഇവിടുത്തെ പുരുഷന്മാർ അങ്ങേയറ്റം നിരാശയിലാണ്. ഈ പ്രദേശത്ത് നടന്ന സംഭവം അവിടുത്തെ ദുരിതമെന്തെന്ന് വ്യക്തമാക്കുന്നു. ഇവിടങ്ങളിലെ ഒരു ബേക്കറിയിൽ നിന്ന് വിതരണം ചെയ്യുന്ന പഴകിയ റൊട്ടി വാങ്ങാൻ പോലും വലിയ ജനക്കൂട്ടമാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. വിതരണം ചെയ്ത നിമിഷങ്ങൾക്കുള്ളിൽ ആ റൊട്ടി കഷ്ണങ്ങൾ ആളുകൾ പിടിച്ചു പറിക്കുന്ന അവസ്ഥ. നിസ്സാരമായ ഒരു റൊട്ടി കഷ്ണത്തിന് വേണ്ടി വലിയ തിക്കും തിരക്കുമാണ് അവിടെ ഉണ്ടാകുന്നത്. ഭക്ഷണത്തിൻ്റെ കാര്യം മാത്രമല്ല, തൊഴിൽ അന്വേഷിക്കുന്നവരുടെ അവസ്ഥയും ഏകദേശം സമാനമാണ്. അതിലൊരു സംഭവം ഇങ്ങനെയായിരുന്നു. ഇഷ്ടിക ചുമക്കാൻ ഒരു തൊഴിലാളിയെ അന്വേഷിച്ച് ഒരാൾ അവിടുത്തെ നഗരത്തിലെത്തിയപ്പോൾ നിരവധി പുരുഷന്മാരാണ് അയാളുടെ മുകളിലേക്ക് ചാടി വീണത്. എന്നാൽ അതിൽ നിന്ന് വെറും 3 പുരുഷന്മാർക്ക് മാത്രമായിരുന്നു ജോലി ലഭിച്ചത്. ഭക്ഷണം കൊടുക്കാൻ ശേഷിയില്ലാത്തതിനാലും മക്കൾ പട്ടിണിയിലായതിനാലും തൻ്റെ പെൺമക്കളെ വിൽക്കാൻ തയ്യാറാണെന്ന് കരഞ്ഞുകൊണ്ട് പറയുന്ന അബ്ദുൾ റഷീദ് അസീമി എന്ന വ്യക്തിയുടെ അനുഭവം BBC റിപ്പോർട്ട് ചെയ്യുന്നു. ഞങ്ങൾക്ക് കഴിക്കാൻ ആകെയുള്ളത് റൊട്ടിയും ചൂടുവെള്ളവും മാത്രമാണ്, ചായ പോലും ഇല്ലെന്നും അബ്ദുൾ റഷീദിൻ്റെ ഭാര്യ കൈഹാൻ പറയുന്നു. ഇവരുടെ കൗമാരക്കാരായ 2 ആൺമക്കൾ ടൗൺ സെൻറ്ററിൽ ഷൂ പോളിഷ് ചെയ്യുന്ന ജോലിയാണ് ചെയ്യുന്നത്. മറ്റൊരാൾ മാലിന്യങ്ങൾ ശേഖരിക്കുകയാണ്. ഇതാണ് ഇവർ പാചകത്തിനായി ഉപയോഗിക്കുന്നത്. അപ്പൻഡിസൈറ്റിസും കരൾ രോഗവും ബാധിച്ചതിനെ തുടർന്ന് തൻ്റെ 5 വയസ്സുള്ള മകൾ ഷൈക്ക് ഇതിനകം തന്നെ വിൽക്കാൻ താൻ നിർബന്ധിതനായെന്ന് സയ്യിദ് അഹമ്മദ് എന്ന വ്യക്തി BBC-യോട് വെളിപ്പെടുത്തി. ചികിത്സാ ചെലവുകൾ നൽകാൻ തൻ്റെ പക്കൽ പണമില്ലായിരുന്നു, അതിനാൽ ഞാൻ എൻ്റെ മകളെ ഒരു ബന്ധുവിന് വിറ്റു എന്നായിരുന്നു അദ്ദേഹം കരഞ്ഞുകൊണ്ട് BBC-യോട് വെളിപ്പെടുത്തിയത്. ഒരു കാലത്ത് അഫ്ഗാനിസ്ഥാൻ ഏറ്റവും കൂടുതൽ സഹായം നൽകിയിരുന്ന അമേരിക്ക കഴിഞ്ഞ വർഷം രാജ്യത്തിനുള്ള ഏതാണ്ട് എല്ലാ സഹായങ്ങളും നിർത്തലാക്കിയിരിക്കുകയാണ്. UK ഉൾപ്പെടെയുള്ള മറ്റ് പ്രധാന ദാതാക്കളും തങ്ങളുടെ സംഭാവനകളിൽ ഗണ്യമായ കുറവ് വരുത്തിയിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ നിലവിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് മുൻ വർഷത്തേക്കാൾ 70% കുറവ് സഹായം മാത്രമാണ് ഈ വർഷം ഇതുവരെ ലഭിച്ചിട്ടുള്ളത് എന്നാണ്. രാജ്യത്തെ പകുതിയിലധികം പ്രവിശ്യകളെയും ബാധിച്ചിട്ടുള്ള കടുത്ത വരൾച്ച ഈ പ്രതിസന്ധികളെ കൂടുതൽ സങ്കീർണമാക്കുകയാണ്. 2021 അധികാരം പിടിച്ചെടുത്ത താലിബാൻ സർക്കാർ ഈ പ്രതിസന്ധിയുടെ കുറ്റം അഫ്ഗാനിസ്ഥാനിലെ മുൻ ഭരണകൂടത്തിൻ്റെ മേലാണ് ചുമത്തുന്നത്. എന്നിരുന്നാലും താലിബാന്റെ സ്വന്തം നയങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെയുള്ള അവരുടെ നിയന്ത്രണങ്ങൾ എന്നിവയുൾപ്പെടെ മറ്റ് പല കാരണങ്ങളും മറ്റു രാജ്യങ്ങളുടെ സഹായം കുറയാൻ കാരണമായ ഘടകങ്ങളാണ്. എന്നാൽ തങ്ങളുടെ പിഴവാണെന്ന ആരോപണം താലിബാൻ സർക്കാർ നിഷേധിക്കുകയാണ്. പോഷകാഹാരക്കുറവ് മൂലമുള്ള ശിശുമരണ നിരക്ക് കഴിഞ്ഞ 2 വർഷത്തിനിടെ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് മറ്റൊരു റിപ്പോർട്ട്. എന്നാൽ ഈ മരണങ്ങളെക്കുറിച്ച് ഔദ്യോഗിക രേഖകളൊന്നുമില്ല. ശിശുമരണങ്ങളുടെ വർധനവിന് തെളിവ് കണ്ടെത്താൻ കഴിയുന്ന ഒരേയൊരു സ്ഥലം അവിടുത്തെ ശ്മശാനമാണ്. അതിനാൽ തങ്ങൾ മുൻപ് ചെയ്തിട്ടുള്ളതുപോലെ ചെറുതും വലുതുമായ കല്ലറകൾ പ്രത്യേകം എണ്ണി നോക്കി. വലിയ കല്ലറകളേക്കാൾ ഏകദേശം ഇരട്ടിയോളം ചെറിയ കല്ലറകൾ അവിടെ ഉണ്ടായിരുന്നു. ഇത് മുതിർന്നവരേക്കാൾ ഇരട്ടി കുട്ടികളാണ് മരണപ്പെട്ടത് എന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്ന് BBC റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. അഫ്ഗാനിസ്ഥാനിലെ തന്നെ ചക്ചറിലെ പ്രധാന ആശുപത്രിയിലും ഇതിന് വലിയ തെളിവുകളുണ്ടായിരുന്നു. ശിശു തീവ്രപരിചരണ വിഭാഗത്തിലാണ് അവിടെ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത്. അവിടെ എല്ലാ കിടക്കളും ഏകദേശം നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. ചിലതിൽ 2 കുഞ്ഞുങ്ങളെ വരെയാണ് കിടത്തിയിരിക്കുന്നത്. അതിൽ ഭൂരിഭാഗം കുഞ്ഞുങ്ങൾക്കും ആവശ്യത്തിന് ശരീരഭാരമില്ല. ഭൂരിപക്ഷം കുഞ്ഞുങ്ങളും സ്വന്തമായി ശ്വാസമെടുക്കാൻ പോലും ബുദ്ധിമുട്ടുകയാണ്. ചില ദിവസങ്ങളിൽ 3 കുഞ്ഞുങ്ങൾ വരെ മരിക്കാറുണ്ടെന്നാണ് നേഴ്സായ ഫാത്തിമ ഹുസൈനി എന്ന യുവതി വെളിപ്പെടുത്തുന്നത്. ആദ്യമൊക്കെ കുട്ടികൾ മരിക്കുന്നത് കാണുമ്പോൾ സഹിക്കാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഇതൊരു സാധാരണ സംഭവം പോലെയായി മാറിയിരിക്കുന്നുവെന്നാണ് അവർ വെളിപ്പെടുത്തുന്നത്. ഈ സർക്കാർ ആശുപത്രിയിൽ ഭൂരിഭാഗം രോഗികൾക്കുള്ള മരുന്നുകൾ ലഭ്യമല്ല എന്നതാണ് ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം. സാമ്പത്തികമായി ശേഷിയില്ലാത്തതിനാൽ കുഞ്ഞുങ്ങൾക്ക് ചികിത്സ മനഃപൂർവ്വം നിഷേധിക്കുന്ന മാതാപിതാക്കളും ഇക്കൂട്ടത്തിലുണ്ട്.